ഒഡീഷ ഛത്തീസ്ഗഡ് അതിർത്തിയിൽ വൻ മാവോയിസ്റ്റ് വേട്ട. കഴിഞ്ഞ ദിവസം സുരക്ഷാ സേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ വിജയകരമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിവിധ സുരക്ഷാ സേനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംയുക്ത ഓപ്പറേഷനിലാണ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത്. ഒഡീഷ പോലീസും ഛത്തീസ്ഗഡ് പോലീസും ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു. ഏറ്റുമുട്ടലിന് പിന്നാലെ തന്നെ വനമേഖലയിൽ നിന്ന് വലിയ തോതിൽ ആയുധശേഖരവും കണ്ടെത്തി. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ പോലീസ് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച ആൾ ഉൾപ്പെടെ ഉണ്ടെന്നാണ് വിവരം ലഭ്യമാകുന്നതും. ഒഡീഷയിലെ നുവാപാത ജില്ലാ അതിർത്തിയിലും ഛത്തീസ്ഗഡിലെ ഗരിയാബണ്ട് ജില്ലാ അതിർത്തിയിലുമാണ് CRPFന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ നടന്നത്. 2 വനിതാ മാവോയിസ്റ്റുകളെ വധിച്ച സംഭവത്തിന് പിന്നാലെയാണ് 12 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നതും. ഛത്തീസ്ഗഡിൽ കോബ്ര ജവാന്മാരുണ്ടായ ഏറ്റുമുട്ടലിലാണ് നേരത്തെ 2 വനിതാ നക്സലുകൾ കൊല്ലപ്പെട്ടതും. ഇതോടെ 2 ദിവസത്തിനിടെ വധിക്കപ്പെട്ട നക്സലുകളുടെ എണ്ണം 14 ആയി. അതേസമയം അരുണാചൽ പ്രദേശിൽ വൻ ആയുധശേഖരം സുരക്ഷാ സേന കണ്ടെത്തിയിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും. അരുണാചൽ പ്രദേശിലെ യവോ വിജയനഗർ മേഖലയിൽ നിന്നാണ് ഇവ കണ്ടെത്തിയതും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 10 വ്യത്യസ്ത തരം ആക്രമണ റൈഫിലുകളാണ് കണ്ടെടുത്തത്. മേഖലയിലെ ഏറ്റവും വലിയ ആയുധ വേട്ടകളിൽ ഒന്നാണിത്. സുരക്ഷാ സേനയും ആസാം റൈഫിൾസും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് തോക്കുകൾ കണ്ടെത്തിയതും. ഡ്രോണുകളുടെ മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തിയത്. കഴിഞ്ഞ വർഷം കീഴടങ്ങുന്നതിന് മുൻപേ തന്നെ തീവ്രവാദി സംഘം ഒളിപ്പിച്ച ആയുധങ്ങളാണ് ഇവയെന്ന് കരുതപ്പെടുന്നു. അതേപോലെ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന രഹസ്യ അന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംയുക്ത ഓപ്പറേഷൻ നടന്നതും. ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ പോലീസ് നംഫദ റിസർവ് ഫോറസ്റ്റിലെത്തിയ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ്, അതേപോലെ തന്നെ NNG കേഡർ തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകൾ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തമ്പടിച്ചിട്ടുണ്ടെന്ന സൂചനകൾ നേരത്തെയും സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ 6 മാസമായി വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി വരികയായിരുന്നു. അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മണിപ്പൂരിലും ആയുധങ്ങളും വെടിക്കോപ്പുകളും സുരക്ഷാ സേന പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചുരചന്ദ്പൂരിൽ നടന്ന പ്രത്യേക ഓപ്പറേഷനിലായിരുന്നു ആയുധങ്ങൾ കണ്ടെടുത്തത്. മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ നിരവധി ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. ചുരാചന്ദ്പൂരിലെ മൗങ്കോട്ട് മലയോര പ്രദേശത്തു നിന്ന് സുരക്ഷാ സേന 9 പിസ്റ്റളുകൾ കണ്ടെത്തിയിരുന്നു. പോലീസ് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടത്തിയ ഓപ്പറേഷനിലാണ് വെടിക്കോപ്പുകൾ കണ്ടെത്തിയതും. ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ വാക്കാൻ വനമേഖലയിലും സമാന ഓപ്പറേഷൻ നടന്നിരുന്നു. പരിശോധനയിൽ 32 പിസ്റ്റളുകളും വെടിയുണ്ടകളുമാണ് പോലീസ് പിടികൂടിയതും. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 30 മാവോവാദികളെ വധിച്ചിരുന്നു. ഒപ്പം 6 ഏറ്റുമുട്ടലിൽ AK-47 റൈഫിലുകൾ, അതേപോലെ തന്നെ സെൽഫ് ലോഡിംഗ് റൈഫിലുകൾ അടക്കം ഓട്ടോമാറ്റിക് ആയുധങ്ങളുടെ വൻ ശേഖരമാണ് മാവോവാദികളിൽ നിന്നും സുരക്ഷാ സേന പിടിച്ചെടുത്തതും. പ്രദേശത്ത് സേനയുടെ വിശദമായ തിരച്ചിൽ നടന്നു വരികയായിരുന്നു. ഏപ്രിൽ 16-ന് ഉന്നത നേതാക്കൾ അടക്കം 29 മാവോവാദികളെ കങ്കൺ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന വധിച്ചിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 3 ഛത്തീസ്ഗഡിലെ ബസന്തർ മേഖലയിൽ നിന്ന് തന്നെ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 9 മാവോവാദികളെ വധിച്ചിരുന്നു. ദത്തേവാഡ ബിജാപൂർ ജില്ലയുടെ അതിർത്തിക്ക് സമീപമുള്ള വനത്തിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നതും. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് വൻ ആയുധശേഖരവും സുരക്ഷാ സേന കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.